ശ്രീ ഷാനിബ് നോക്കൂ, ഇവിടെ ഇപ്പോൾ ഒന്ന് ശബരിമല വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വന്ന് വീണത്. എന്ന് മാത്രമല്ല, ഇന്ന് പത്തനംതിട്ടയിലെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവാണ് നേരത്തെ ഈ മുഹമ്മദ് ഷാ ഉദ്ധരിച്ച തീവ്രത കമന്റ് പറഞ്ഞത്. കേൾക്കുന്നവർ തലയിൽ കൈവച്ച് ചിരിച്ചു പോകുന്ന സാഹചര്യമാണ്. അപ്പോൾ ദാ ഈ വിഷയം കിട്ടി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറയേണ്ട ഒരു വിഷയത്തിൽ നിന്നും നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യതയില്ലാത്ത ആളുകളായി മാറില്ല. ഇവിടെ ഇപ്പോൾ മുഹമ്മദ് ഷാ കുറേ നേരം പറഞ്ഞല്ലോ, വലിയ വായിൽ പറഞ്ഞല്ലോ, സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, ഇതെല്ലാം ചെയ്തു എന്ന് ശബരിമല പുറത്താക്കണോ വേണ്ടോ അതൊന്ന് പറഞ്ഞേ. ഇതുപോലെ ഇടപെടാൻ എനിക്കും അറിയായിരുന്നു കേട്ടോ. ധൈര്യമുണ്ടോ പറയാൻ? എനിക്കും ഇതുപോലെ ഇടപെടാൻ അറിയായിരുന്നു കേട്ടോ. അല്ല, എനിക്കും അറിയായിരുന്നു. എനിക്ക് ഇടപെടാൻ അറിയായിരുന്നു കേട്ടോ. ഇടപെടൊന്നും വേണ്ട. നട്ടലുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറ. നട്ടലുണ്ടെങ്കിൽ സസ്പെൻഡ് ചെയ്തു, പുറത്താക്കി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുറത്താക്കി എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ അവിടെ കൈപ്പത്തിക്ക് കോടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ അയാളോട് മാറി മോഷണം നടത്തിയ പത്മകുമാർ രാജിവെക്കണോ വേണ്ടയോ? ഞങ്ങൾക്ക് വേണ്ടി വോട്ട് നടപടിയെടുക്കണോ വേണ്ടയോ? CPM നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ വീടുകളിൽ കയറി കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണം, യുദ്ധം ജയിച്ചു വരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ജയിച്ചു വരുന്നവനെ പോലെ തോളിലെടുത്ത് നടന്നപ്പോ പറഞ്ഞതുപോലെ അതാണ് അത് മാത്രമല്ലല്ലോ, വോട്ട് ചോദിക്കാൻ ഇറങ്ങുക മാത്രമല്ല ചെയ്തത്. ഞാൻ പറയട്ടെ, പറ്റില്ല. പാർട്ടി നോമിനേഷൻ പത്രികയുടെ സ്ക്രൂട്ടിനി യോഗത്തിൽ പങ്കെടുക്കുമ്പോ മാറി നിൽക്കട എന്ന് പറയാം. വൃത്തികെട്ടവനായിട്ട് സൈക്കോപാത്തിന് വേണ്ടിയിട്ട് വൃത്തികേട് പറയേ. നേരത്തെ നിങ്ങളാ പറഞ്ഞത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഇവിടെ ആ പെൺകുട്ടി ഇപ്പോഴെങ്ങനെ പേടി മാറിയതെന്നല്ലേ അഭിലാഷ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാണം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നിട്ട് ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കും. ദുരുദ്ദേശം എന്താ? ഞാൻ പറയുന്നത്, ഈ പെൺകുട്ടി പരാതി കൊടുക്കുമ്പോ തന്നെ അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒരു പെൺകുട്ടി മാത്രമല്ല, ഒരുപാട് പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയോ? ഇത് പരാതി കൊടുത്താൽ നിന്നെ സോഷ്യൽ മീഡിയയിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നെ ആക്രമിച്ച് ഇല്ലാതെയാക്കുമെന്ന്. അതും കൂടി കേസിന്റെ ഭാഗമാണ്. എന്നിട്ട് അയാൾ ഇവിടെ വന്ന് പറയാ ഇതൊന്നും അതുകൊണ്ടാണ് ഇത് ചർച്ചയാക്കണമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടാണ് ആ പെൺകുട്ടി പരാതി മീഡിയക്ക് അയച്ചിട്ടുള്ളത്. അയാളെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ, അയാളെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ പെൺകുട്ടികൾക്ക് പരാതിയുമായി പോകാമായിരുന്നു. ഇയാൾ കൂടുതൽ ശക്തനാണ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഈ പെൺകുട്ടികൾക്ക് ഞാൻ വെറുതെ ഇരുന്നിട്ട് ഷാഫി പറമ്പിലിനെതിരെ വെറുതെ ഇരുന്ന് പറഞ്ഞതല്ല. ഒരൊറ്റ കാര്യം കൂടി, ഒരു കാര്യം ഞാൻ ഈ മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഞാൻ ഒരു കാര്യം പറയാണ്. അതായത് ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മറ്റൊരു കേസിൽ, ആ കേസിൽ അത് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈക്കോപാത്ത് നിരന്തരം ആ പെൺകുട്ടിയെ വിളിച്ചു, ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി. ആ പെൺകുട്ടി ബോധമറ്റ് വീണ സമയത്ത് ആ പെൺകുട്ടിയുടെ സഹപ്രവർത്തകനെ ഈ ഷാഫി പറമ്പിൽ വിളിച്ചതിന്റെ തെളിവെന്റെ കയ്യിലുണ്ട്. ഇയാൾക്ക് പോയി കേസ് കൊടുക്കട്ടെ. ഇങ്ങനെ ഇയാൾ ഏതെങ്കിലും തരത്തിൽ പരാതി കൊടുക്കാൻ തയ്യാറാകുന്ന പെൺകുട്ടികളെ ഭയപ്പെടുത്തുകയാണ്, സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുകയാണ്. ആ പെൺകുട്ടി സമ്മതിക്കുന്ന നിമിഷം ഞാൻ കൈമാറും. തീർച്ചയായിട്ടും ആ പെൺകുട്ടി സമ്മതിക്കുന്ന നിമിഷം തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി വാട്സപ്പ് ചാറ്റ് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ശരി, ഓക്കെ, പറയൂ. അടുത്ത ചോദ്യം. അല്ല, അതെ, ആ പെൺകുട്ടി ചോദിച്ച ചോദ്യം കൂടി ഞാൻ പറയാം, അതിനൂടെ മറുപടി പറയാം. ഇവിടെ മുകേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ, അതിന് മറുപടി പറയാനൊന്നും പോകുന്നില്ല. ഞാൻ പറയുന്നത് ആ കേസ് വളരെ ഗൗരവത്തിലുള്ള കേസ് തന്നെയാണ്. അത് ഗൗരവത്തിലുള്ള കേസ് തന്നെയാണ്. ഏത് പെൺകുട്ടി, ഏത് സ്ത്രീ ആക്രമിക്കപ്പെട്ടാലും അത് ഗൗരവതരമാണ്. എന്നാൽ അതൊരു ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് വന്ന പരാതിയുടെ ഭാഗമാണ്. ഇത് അങ്ങനെയല്ല. ഇത് ഇരപിടിയനായിട്ട് ലോകം മുഴുവൻ കറങ്ങി നടന്നിട്ട് പെൺകുട്ടികളെ വലവീശി പിടിക്കുകയാണ്. ഇരപിടിയനായിട്ടുള്ള ഒരു സൈക്കോപാത്താണ് ഇയാള്. ഇയാള് എവിടെ പെൺകുട്ടികളെ കണ്ടാലും ആ പെൺകുട്ടികളെ ഏതെല്ലാം തരത്തിൽ വലയിലാക്കി ഇതാണ്